Hello everyone, welcome back to a new video. Today we'll be discussing the short story Three Kisses by Ma Elena Polma. So the Three Kisses is an honest and heartening love story which is unusually written because in today's generation we usually look at young love, but here we see an old couple who are getting married to each other very late in their life. While most stories today are about young love, the main characters here, Elena, that is Nina and Ruben, they are, as I said, an old couple who have decided to marry each other not for convenience but for that company. And that is why the author has crafted this short story, because here the reason for marriage is completely practical. So our protagonist is named Nina, but her real name is Saturnina Dimaculagan. She's a Filipina in her early 60s. And here she has agreed to marry her Belgian pen pal Ruben Peters. And again, it's not for some sort of a convenience or because they are madly in love with each other, but more because it's beneficial for them, because both of them are alone at their point of life. Their spouses have died or divorced, and their children have also made a life of their own, so they are completely alone. So they thought they would marry each other for the sake of company. ആൻഡ് അങ്ങനെയാണ് ഈ ഒരു സ്റ്റോറി തുടങ്ങുന്നത് തന്നെ. അങ്ങനെ നീനയും റൂബനും മാരേജ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. മാത്രമല്ല ഇവിടെ വേറൊരു അണ്ടർലൈങ് മെസ്സേജ് കൂടി നമുക്കിവിടെ വരുന്നുണ്ട്. കാരണം കൺവീനിയൻസിന് വേണ്ടിയല്ല മാരേജ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കൂടുതലും ഇവിടുത്തെ ഫിലിപ്പീൻസ് ഇങ്ങനത്തെ ഫോറിനേഴ്സിനെ കല്യാണം കഴിക്കുന്നത് കൺവീനിയൻസിന് വേണ്ടിയാണ്. ഒരു രീതിയിൽ ഒരു വെൽത്തിന് വേണ്ടിയോ ഒരു സ്റ്റാറ്റസിന് വേണ്ടിയോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ എന്തെങ്കിലും ഒരു കാരണത്തിന് വേണ്ടിയായിരിക്കും കൂടുതലും ഫിലിപ്പീൻസ് ഫോറിനേഴ്സിനെ കല്യാണം കഴിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ആ ഒരു ഡിഫറൻസ് അവിടെ കാണുന്നുണ്ട്. ബിക്കോസ് ഹിയർ ദേ ജസ്റ്റ് വാണ്ട് സംവൺ ടു കെയർ ഫോർ ദം അറ്റ് ദിസ് പോയിന്റ് ഓഫ് ദ ലൈഫ്. ഓക്കെ, സോ അങ്ങനെ അവർ കല്യാണം കഴിക്കുന്നുണ്ട്. ദേ ആർ നൗ എ മാരീഡ് കപ്പിൾ. അവിടെ തന്നെ ഞാൻ പറഞ്ഞു, ഇതൊരിക്കലും ഒരു മാഡ്ലി ഇൻ ലവ് വിത്ത് ഈച്ച് അതർ എന്ന രീതിയിലുള്ള ഒരു കല്യാണമല്ല. ബട്ട് ദെൻ അഗൈൻ ദീസ് ആർ ഇൻഡിവിജ്വൽസ്. അവർക്ക് അവരുടേതായ ഒരു വ്യക്തിത്വം ഉണ്ട്, ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. അതെങ്ങനെയാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നുണ്ട്. നീന ഇസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ വാം, ഹോസ്പിറ്റബിൾ, കൈൻഡ് പേഴ്സൺ ഹു ഈസ് വെരി കെയറിങ് ആൻഡ് knows how to interact with others, while Ruben is more uptight and cold. And although he is polite sometimes, he doesn't really consider the feelings of others, especially when they have different culture. അങ്ങനത്തെ രീതിയിൽ വളരെയധികം കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റീസാണ് ഇവർക്കുള്ളത്. ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, നീനയുടെ ഫ്രണ്ടായിട്ടുള്ള പസീറ്റ ഒരു ദിവസം അവർക്കൊരു ബ്രിങ് ഹോം ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അതായത് ഫിലിപ്പീൻ കൾച്ചറിനെ സംബന്ധിച്ച് ഇങ്ങനെ വിസിറ്റ് ചെയ്യാൻ വരുന്ന ഗസ്റ്റ് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഇവിടെ കൊടുക്കും. നമുക്ക് ഈ ഒരു കസ്റ്റമുണ്ട്, നമ്മളുടെ വീട്ടിലായിരിക്കെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ കൂടുതൽ സമയവും അവരെന്തെങ്കിലും ഒരു കാര്യം വാങ്ങിച്ചുകൊണ്ടായിരിക്കും വരുന്നത്. അത് കൂടുതലും എന്തെങ്കിലും ഒരു ആഹാരം, ഒരു ഫുഡ് ഐറ്റവും കൂടിയായിരിക്കും. അതൊരു രീതിയിലുള്ളൊരു ഹോസ്പിറ്റാലിറ്റി, അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരണം എന്നുള്ള രീതിയിലുള്ളൊരു ചിന്താഗതി അത് ഫിലിപ്പീൻ കൾച്ചറിലുമുണ്ട്. അങ്ങനെ പസീറ്റ ഒരു ബ്രിങ് ഹോം ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷേ റൂബൻ അത് മനസ്സിലാക്കുന്നില്ല. കാരണം റൂബൻ്റെ ആ ഒരു കൾച്ചറിൽ അങ്ങനൊരു സംഭവം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു കൾച്ചറൽ ഒരു പ്രാക്ടീസ് റൂബന് മനസ്സിലാകുന്നില്ല. മാത്രമല്ല റൂബൻ അത് തെറ്റിദ്ധരിക്കുകയാണ്. ഇവരുടെ വീട്ടിൽ ആഹാരമില്ലാത്തതുകൊണ്ട് പസീറ്റ ആഹാരം കൊണ്ടുവന്നു എന്നുള്ള രീതിയിൽ, അങ്ങനത്തെ രീതിയിൽ ഇവരെ ഇൻസൾട്ട് ചെയ്യുന്നു എന്നൊക്കെ ഉള്ള രീതിയിലാണ് റൂബൻ അത് തെറ്റിദ്ധരിക്കുന്നത്. ആൻഡ് ഹി എൻഡ്സ് അപ്പ് ത്രോയിങ് ദ ഫുഡ് അവേ. സോ അതിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് റൂബൻ ഒരു അത്രയ്ക്ക് ഒരു കൺസിഡറേറ്റ് ആയിട്ടുള്ളൊരു ആളല്ല. പൊളൈറ്റാണ്, പക്ഷേ മറ്റുള്ളവരുടെ ഫീലിങ്സോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു കൾച്ചർ അത് പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യാൻ അയാൾക്ക് സാധിക്കുന്നില്ല. മറ്റൊരു കാര്യം,
ഹീറ്ററിനെ സംബന്ധിച്ച് അവർ തമ്മിലുള്ളൊരു ആർഗ്യുമെൻ്റ് ആയിരുന്നു. നീനയ്ക്ക് ഫ്രീസിങ് ആയിട്ട് തോന്നിയ സമയത്ത് ഹീറ്റർ ഓണാക്കാൻ പറയുമ്പോൾ റൂബൻ സമ്മതിക്കുന്നില്ല, ബിക്കോസ് ഹീ ഡസൻ വാണ്ട് ഇറ്റ്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ എന്താണ് അധികം ഒരു മറ്റുള്ളവരുടെ ഫീലിങ്സ് കൺസിഡർ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുള്ളൊരാളാണ് റൂബൻ എന്ന് നീനയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. ആൻഡ് സംടൈംസ് ഷീ അഡ്മിറ്റ്സ് ദാറ്റ് ഷീ ഫീൽസ് ലൈക്ക് ആൻ അൺവാണ്ടഡ് ഗസ്റ്റ് ഇൻ എ സ്ട്രേഞ്ചേഴ്സ് ഹൗസ്. കാരണം എന്താണ്, ഇവർ രണ്ടുപേരും സ്ട്രേഞ്ചേഴ്സ് തന്നെയാണ്. അധികം ഒരു വർഷങ്ങളിലെ ഒരു പരിചയം ഇവർക്കില്ല. ഇതൊരു രീതിയിലൊരു ഹേസ്റ്റി മാരേജ് ആണ്. അതുകൊണ്ട് തന്നെ വിവാഹത്തിന് ശേഷമാണ് ഇവർ പരസ്പരം അറിയാൻ തന്നെ തുടങ്ങുന്നത്. അപ്പോൾ പലപ്പോഴും റൂബൻ കുറച്ചും കൂടി അതോറിറ്റേറിയൻ ആണ്, കുറച്ചും കൂടി ഒരു കൺട്രോളിങ് ആണ് എന്ന് നീനയ്ക്ക് തോന്നിയിട്ടുണ്ട്. എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ എന്നുള്ള രീതിയിലുള്ളൊരു റൂൾസ് വെക്കുന്നു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ഇവർ തമ്മിലൊരു കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഐഡൻറ്റിറ്റീസ് ആണെന്നും പേഴ്സണാലിറ്റീസും അതുപോലെ തന്നെ ആണെന്നും അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പീരീഡ് കാണും. അത് നീനെ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ബുദ്ധിമുട്ട് ആ ഒരു ഡിഫിക്കൽട്ടി വരുന്നതെന്നും നമുക്കിവിടെ കാണാൻ പറ്റും. എസ്പെഷ്യലി ഇവിടെ പറയുന്നൊരു ഇൻസിഡൻറ്റ്, റൂബൻ കുറച്ച് പൈസ സമ്പാദിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വിവാഹത്തിന് ശേഷം വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി. പക്ഷെ പിന്നീടാണ് മനസ്സിലാകുന്നത് ഇത് മക്കളുടെ പേരിലേക്ക് ആകുന്നു. അതായത് ബാങ്കിലേക്ക് പോകുന്ന അവസരത്തിൽ ബാങ്കിൽ ആ ഒരു ലോക്കർ എംപ്റ്റി ആണ്. പിന്നീടാണ് മനസ്സിലാക്കുന്നത് മക്കൾ ഈ പൈസ എടുത്ത് ചെലവഴിച്ചു എന്ന്. അപ്പോൾ മക്കളായിട്ടുള്ളൊരു ആർഗ്യുമെൻ്റ് ഉണ്ട്. അവിടെ മക്കൾ പറയുന്നത് എല്ലാ സമ്പാദ്യങ്ങളും നിങ്ങളുടെ പുതിയ ഭാര്യയ്ക്ക് കൊടുക്കാൻ നമുക്ക് താല്പര്യമില്ല എന്ന രീതിയിൽ മക്കൾ പറയുന്നു. പക്ഷെ അതേസമയം റൂബൻ പറയുന്നത് മക്കളെല്ലാം വലുതായി അവരുടേതായ ലൈഫുണ്ട്. അപ്പോൾ പിന്നെ ഈ ഒരു പൈസ എന്തിനാണ് എടുക്കുന്നത്, അത് നമുക്ക് ഈ ഒരു ഇവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ വെച്ചിരുന്ന പൈസയാണ്. അപ്പോൾ അതിൽ മക്കൾ എന്തിനാണ് എടുക്കുന്നതെന്ന് റൂബൻ പറയുന്നു. മക്കൾക്ക് ഈ ഒരു ജലസി ഉണ്ട്, പുതിയ ഭാര്യ അങ്ങനെ എല്ലാ സമ്പത്തും എടുത്തുകൊണ്ട് പോകണ്ട എന്നുള്ളൊരു രീതിയിലുള്ളൊരു ചിന്താഗതിയാണ് മക്കൾക്കുള്ളത്. സോ അഗെയിൻ ദെയർസ് എ ഹ്യൂജ് ആർഗ്യുമെൻറ്റ്. ആൻഡ് അവസാനം റൂബൻ ഈ ഒരു പൈസ കിട്ടുന്നില്ല, കാരണം മക്കൾ ഓൾറെഡി ഈ പൈസ എല്ലാം എടുത്ത് ചിലവഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ദിവസങ്ങളോളം ഇതേ കാര്യം റൂബനെ ബോദർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നീനയ്ക്ക് എങ്ങനെ അയാളെ കംഫേർട്ട് ചെയ്യണമെന്ന് ഒരു ഐഡിയയും ഇല്ലായിരുന്നു. ആൻഡ് ഷീ ഫൗണ്ട് ഇറ്റ് വെരി വെരി ഡിഫിക്കൾട്ട് ടു ഡു സോ. അതും ഒരു ഇൻസ്റ്റൻസ് ആണ്. And that is how she actually realizes that this marriage is very different from what she expected. ശരിക്കും നീനെ ഇമാജിൻ ചെയ്തിരുന്നത് അല്ലെങ്കിൽ സ്വപ്നം കണ്ടിരുന്നത് വളരെ നൈസ് ആയിട്ടുള്ളൊരു ക്വയറ്റ് ആയിട്ടുള്ളൊരു ലൈഫാണ്. മാത്രമല്ല റൂബൻ കുറച്ച് അധികം വെൽത്തിയാണ്. സോ ആ ഒരു കാര്യം കൂടി എഗെയിൻ ഒരു സ്റ്റാറ്റസ് സിമ്പിൾ ഇവിടെ വരുന്നുണ്ട്. കാരണം നീണ്ടയുടെ ഫ്രണ്ട്സ് എല്ലാം തന്നെ പറഞ്ഞു, ഓ ഹീസ് സോ വെൽത്തി, യു വിൽ ബി ഹാവിങ് എ വെരി ലക്ഷറിയസ് ലൈഫ്, യു വിൽ ബി ലിവിങ് ലൈക്ക് എ ക്വീൻ എന്ന രീതിയിലുള്ളൊരു സ്റ്റാറ്റസും ഫ്രണ്ട്സും കണ്ടിരുന്നു. പക്ഷെ പിന്നീടാണ് റൂബനെ കുറിച്ച് മാത്രമല്ല ബെൽജിയത്തിനെ കുറിച്ച് തന്നെയുള്ള എക്സ്പെക്റ്റേഷൻസ് എല്ലാം തന്നെ തകർന്നടിയുന്നത്. Because although she found Belgium beautiful at first, she then noticed the long cold days that seemed to stretch, and one day merging into the next in a perfect pattern of sameness that mirrored the uniform hedges lining the immaculate street. So all her expectations are all her expectations are being destroyed here. And she realizes that she loves his house, his city, his lifestyle more than Reuben himself. So the excitement and the hopefulness that was there in the beginning of the marriage soon leads to disappointment and confinement. But then we see the development of characters just like the progress of the story. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടെങ്കിലും സ്റ്റോറി പ്രോഗ്രസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് നമ്മളിവിടെ കാണുന്നുണ്ട്. കാരണം അവർ നേരിടുന്ന എല്ലാ സ്ട്രഗിൾസും അവർ ഒരുമിച്ചാണ് നേരിടുന്നത്. അങ്ങനത്തെ രീതിയിലുള്ളൊരു കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആണെങ്കിൽ പോലും അവർക്കൊരു മിഡിൽ പാത്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇവൻച്വലി ദേ try to get to know each other and their feelings for each other also starts to grow.
കാരണം എന്താണ്, ആദ്യമൊക്കെ നീന എങ്ങനെയെങ്കിലും റൂബനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. ആ ഒരു ഞാൻ പറഞ്ഞല്ലോ, ആ ബെൽജിയത്തിനെ കുറിച്ചും അതുപോലെ തന്നെ റൂബനെ കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻസ് അവിടെ നഷ്ടമായപ്പോഴേക്കും ഒരു എസ്കേപ്പ് വേണമായിരുന്നു നീനയ്ക്ക്. അതുകൊണ്ട് തന്നെ പസീറ്റയുടെ കൂടെ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ് ഗെറ്റ് അവേസ് നടത്തുമായിരുന്നു. പക്ഷെ പിന്നീട് എന്താണ്, ആ ഒരു ക്യാരക്ടറിനെ മനസ്സിലാക്കുന്നു, ആ ഒരു പേഴ്സണാലിറ്റിയെ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ആ ഒരു ഫീലിങ്സ് അവിടെ ഡെവലപ്പ് ആകുന്നു. അങ്ങനെ തന്നെ എന്താണ്, പിന്നീട് മനസ്സിലാക്കുന്നുണ്ട് ഇത് ഒരു എസ്കേപ്പ് ചെയ്ത് പോകേണ്ട രീതിയിലുള്ളൊരു കാര്യം, അതിൻ്റെ ഒരു ആവശ്യമില്ല. ഷീ ആക്ച്വലി ഫോൾസ് ഇൻ ലവ് വിത്ത് ഹിം. സോ ഷീ നോ ലോnger വാണ്ട്സ് ടു എസ്കേപ്പ് ദ മാരേജ് ഓർ ഹിം ആൻഡ് ഷീ സ്റ്റാർട്ട്സ് ടു അണ്ടർസ്റ്റാൻഡ് ഹിം ബെറ്റർ. And also she's a cancer patient, so as Nina's cancer and the aspect of death, it actually leads to Ruben's loving and caring side. So ആദ്യം വളരെ ഒരു കൺസിഡറേറ്റ് ഒട്ടും അല്ലാത്ത വളരെ സെൽഫിഷ് ആയിട്ടുള്ളൊരു രീതിയിൽ നമുക്ക് തോന്നുമെങ്കിലും പിന്നീട് നീനയുടെ ഈ ഒരു ക്യാൻസറും അതിൻ്റെ ഒരു രീതിയിലുള്ളൊരു എന്താണ് ഇംപെൻഡിങ് ഡെത്ത് ഇതൊക്കെ വരുമ്പോഴേക്കും റൂബൻ്റെ ഒരു ലവിങ് ആൻഡ് കെയറിങ് സൈഡ് കൂടി നമ്മൾ കാണുന്നുണ്ട്. ബിക്കോസ് ഹീ ഈസ് ആക്ച്വലി എ ലവിങ് കെയറിങ് പേഴ്സൺ. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് he has a certain personality where it is difficult for him to accept other culture, accept other people's feelings easily. So that doesn't mean he is an altogether evil person. He has his good traits as well, and he's actually a loving and caring person, which we get to know as the story progresses, as Nina starts battling cancer. അതുതന്നെയാണ് ഈ ഒരു എന്താണ് സ്റ്റോറിയുടെ എൻഡിങ്ങും. അതായത് സ്റ്റോറിയുടെ എൻഡിങ്ങിൽ നമ്മൾ 3 കിസ്സസിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞുകൊണ്ടാണ് തീരുന്നത്. അത് ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. സോ ദ 3 kisses is the Belgian fashion of cheek kissing. Left, right and then I think kiss on the right cheek and then left and then again on the right cheek. അങ്ങനത്തെ രീതിയിലുള്ള ഒരു ബെൽജിയൻ പ്രാക്ടീസാണ് 3 kisses എന്ന് പറയുന്നത്. അങ്ങനെ എന്താണ്, അതിൻ്റെ സിംബലിസം കൂടിയുണ്ട്. ഇറ്റ് മീൻസ് ലവ്, റെസ്പെക്റ്റ്, കെയർ. ഓക്കെ, ഈച്ച് കിസ് ഹാസ് ഈച്ച് മീനിങ്. ദ ഫസ്റ്റ് ഇസ് ഫോർ ലവിങ്, ദ സെക്കൻഡ് കിസ് ഇസ് ഫോർ റെസ്പെക്റ്റ് ആൻഡ് ദ തേർഡ് കിസ് ഷോസ് കെയറിങ്. ഓക്കെ, അങ്ങനത്തെ രീതിയിലുള്ള സിംബോളിക് മീനിങ് കൂടിയുണ്ട്. ആൻഡ് റൂബൻ kisses Nina in the same way in the bathroom, and through that he is actually showing that he actually loves her, respects her and cares for her. And then it was enough to melt Nina's insecurity and shame about her body as well. And the act of unraveling Nina's robe actually signifies their soul being unraveled and open for each other. No more reservations, no more turning back. As their lips touch, 2 different cultures integrated and attuned because of love. സോ അൾട്ടിമേറ്റ്ലി നമ്മൾ ആ ഒരു തീമാണ് കാണുന്നത്. ഒരു എന്താണ്, ഒരു സ്ലോ പ്രോഗ്രഷൻ ഓഫ് ലവ്, ആ ഒരു സ്ലോ ബേൺ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലത്തുള്ളൊരു കാര്യം. ഓൾസോ എന്താണ്, ആ ഒരു കോൺട്രാസ്റ്റിംഗ് നമ്മൾ എല്ലാ രീതിയിലും കാണുന്നുണ്ട്. പേഴ്സണാലിറ്റി ആണെങ്കിലും കൾച്ചർ ആണെങ്കിലും എല്ലാ രീതിയിലും ഒരു കോൺട്രാസ്റ്റിംഗ് നമ്മൾ കാണുന്നുണ്ട്. ബട്ട് ദെൻ അതിൻ്റെ അകത്തും ഒരു മിഡിൽ പാത്ത് കണ്ടുപിടിക്കാൻ സാധിക്കുക എന്നുള്ളൊരു കാര്യം, അതും എല്ലാ റിലേഷൻഷിപ്പിലും വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയൊരു ആസ്പെക്റ്റാണ്. ഒരിക്കലും നമുക്ക് സെയിം ലെവൽ, സെയിം ഒരു ഫ്രീക്വൻസിയിൽ ചിന്തിക്കുന്ന ഒരാളെ തന്നെ നമ്മൾ പരിചയപ്പെടണമെന്നില്ല. പലപ്പോഴും പല കാര്യങ്ങളിലും നമ്മളുടെക്കാട്ടിലും ഒരുപാട് വ്യത്യസ്തമായിരിക്കും മറ്റൊരാളുടെ ചിന്താഗതി. പക്ഷേ ആ സമയം പറ്റുമെങ്കിൽ, നമുക്കൊരു മിഡിൽ പാത്ത് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അത് എന്താണ്, ആ ഒരു റിലേഷൻഷിപ്പിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ആസ്പെക്റ്റാണ്. ബട്ട് ദെൻ അഗൈൻ ദാറ്റ് ഡസൻറ്റ് മീൻ കോംപ്രമൈസ്. ഇറ്റ് മീൻസ് ജസ്റ്റ് ഫൈൻഡിങ് ദ സ്പേസ് ടു റെസ്പെക്റ്റ് ഈച്ച് അതേഴ്സ് ഡിസിഷൻ. ഓക്കെ, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എപ്പോഴും വരും, ആർഗ്യുമെൻസും വരും. പക്ഷേ മറ്റൊരാളുടെ ഒപ്പീനിയൻ സ്വീകരിച്ചുകൊണ്ട്, ഒരുപക്ഷെ നമ്മൾ അതിനോട് യോജിക്കുന്നില്ലായിരിക്കും, എന്നാൽ പോലും അയാളുടെ ചിന്താഗതിയെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട്, ആ ഒരു ഒപ്പീനിയൻ എന്താണ് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഒരു മിഡിൽ പാത്ത് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിന് തീർച്ചയായും ഒരു പ്രോഗ്രസ് ഉണ്ടാകും. ഓക്കെ, ആൻഡ് ഇറ്റ് ഓൾസോ ടോക്സ് അബൌട്ട് ദ തീം ഓഫ് ക്യാൻസർ ആൻഡ് impending death that comes with it, and how people's minds change when it comes to death,
because we always think or see things differently once we feel like we are dying or death is near us. സോ ലൈഫ് ആൻഡ് ഡെത്തും ഒരു തീമായിട്ട് നമുക്ക് പറയാൻ പറ്റും. So that's the brief analysis of the short story 3 Kisses. If you have anything more to add, you can do so in the comment section. And I'll see you in the next video. Thank you.